കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ആദ്യത്തെ റമദാനാണ്. ഇത്തവണത്തെ നോമ്പിനൊരു പ്രത്യേകതയുണ്ട്. മുമ്പൊക്കെ ബാങ്ക് വിളിക്കുന്നതിന് മിനിറ്റുകൾ ബാക്കി നിൽക്കുമ്പോൾ മാത്രം വന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ആളായിരുന്നു ഞാൻ. തലേ ദിവസം രാത്രി കിടക്കുന്നതിന് മുന്നേ ഉമ്മ വന്ന് ചോദിക്കും, എന്താ നിങ്ങൾക്ക് അത്താഴത്തിന് വേണ്ടിയെന്ന്. അന്ന് നമ്മൾ എന്ത് പറയുന്നോ അതായിരുന്നു പിറ്റേന്നത്തെ അത്താഴത്തിന് കഴിക്കും. ഞാൻ ഉറക്കപ്പോയിന്ന് താങ്ങി തൂങ്ങി എഴുന്നേറ്റ് വരുമ്പോഴേക്കിന് ഉമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഞാൻ ബാങ്ക് വിളിക്കുന്നതിന് ഒരുപാട് നേരത്തെ അടുക്കളയിൽ കയറി. ഓരോന്നുണ്ടാക്കുമ്പോഴും ഉള്ളിൽ എന്തോ ഒരു നീച്ചിലായിരുന്നു. ഒന്നും ചെയ്യാതെ വന്ന് കഴിച്ചിരുന്ന എനിക്ക് വേണ്ടി ഉമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോഴും മുമ്പിൽ എത്തിച്ചേരുന്ന ഉമ്മാന്റെ സ്നേഹം എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ശരിക്കും പഠിച്ചു നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും നോമ്പ് ഓർക്കുമ്പോഴും ഒക്കെ ഉമ്മാന്റെ ആ കരുതലും സ്നേഹവും എല്ലാം ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വീട്ടുകാരില്ലാത്ത ഈ നോമ്പുകാലം ഉമ്മാടെ വില എനിക്ക് ശരിക്കും മനസ്സിലാക്കി തരുന്നുണ്ട്. ഇന്ന് ഞാൻ വിളമ്പുന്ന ഈ ഭക്ഷണത്തിന് ഉമ്മയുടെ കൈപ്പുണ്യൊന്നും ഇല്ലായിരിക്കാം, പക്ഷെ ഓരോ വിഭവത്തിനും എന്റെ ഉമ്മയെ പറ്റിയുള്ള 1000 ഓർമ്മകളുണ്ട്. രാവിലെ അത്താഴത്തിന്റെ സമയത്തും മറ്റും അനിയന്റെയും അനിയത്തിന്റെയും കൂടെ തല്ലുപിടിച്ചും നോമ്പ് തുറക്കാൻ നേരം ഇഷ്ടമുള്ള ആഹാരത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് വഴക്കുകൂടിയും പരസ്പരം കളിയാക്കിയും ഇതൊന്നുമില്ലാതെ ഈ റമദാൻ അതെന്തോ ഒരു വലിയ ശൂന്യതയാണ്. അന്ന് അടിയുണ്ടാക്കി കഴിച്ചിരുന്ന ഭക്ഷണത്തിന്റെ രുചിയൊന്നും ഇപ്പോഴത്തെ ആഹാരത്തിന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഓരോ പ്രാർത്ഥനയും ഉമ്മ